എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് ഹോട്ടലിലൊക്കെ കിട്ടുന്നത് പോലത്തെ നല്ല ടേസ്റ്റിയും നല്ല ഗ്രേവിയുമുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 മീഡിയം സൈസ് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല വലിപ്പമുള്ള സവോളയാണെങ്കിൽ ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം സവോള മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ചതച്ചത്, കറിവേപ്പില ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേരുവകൾ ചേർത്തതിന് ശേഷവും കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഈ സവോള ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് പച്ചരുചി മാറി വരുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ചേർത്തിരുന്ന ചേരുവകളുടെയൊക്കെ പച്ചരുചി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു തക്കാളിയുടെ അകത്തെ കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട്. തീരെ പുളി വേണ്ടാത്തവർക്ക് 2 തക്കാളിയുടെയും ഉള്ളിലെ കുരുവൊക്കെ മാറ്റിക്കളയാം. അതിനുശേഷം ഈ തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്നു വരും. തക്കാളിയൊക്കെ ഉടഞ്ഞു വരാൻ തുടങ്ങിയപ്പോഴേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പൊടിയൊക്കെ മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേവിക്ക് ഒന്നും കൂടി ഒരു നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇതിനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് പഞ്ചസാരയാണ്. പഞ്ചസാര ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അടുത്തതായിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം കൂടി ഇതൊന്ന് അടച്ചു വെക്കണം. എങ്കിൽ മാത്രമേ ഈ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഈ എണ്ണയൊക്കെ ഒന്നും കൂടി ഒന്ന് തെളിഞ്ഞു വരണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കാം. ഇവിടെ ഇപ്പോൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റായി. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കറി കൂട്ടാൻ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടും. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.